ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്നത് SAT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകമായ ബേസിക് സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ആസിഡുകളും ബേസുകളും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ ഒരു ഡയറി കുറിപ്പ് പറഞ്ഞിട്ടുണ്ടേ. അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത് നമുക്ക് വായിച്ച് നോക്കാമേ. കുട്ടികളിൽ കൗതുകമുണർത്തുന്ന എന്തെങ്കിലും ശാസ്ത്ര പരീക്ഷണവുമായാണ് സയൻസ് ടീച്ചർ മിക്ക ദിവസങ്ങളിലും ക്ലാസ്സിൽ വരുന്നത്. സുതാര്യമായ 2 ഗ്ലാസ് ടംബ്ലറുമായാണ് ഇന്ന് ടീച്ചർ ക്ലാസ്സിലെത്തിയത്. ഒരു ടംബ്ലറിൽ പിങ്ക് നിറമുള്ള ഒരു ദ്രാവകം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ടംബ്ലർ ഒഴിഞ്ഞതായിരുന്നു. 2 ടംബ്ലറും ടീച്ചർ മേശപ്പുറത്ത് വെച്ചു. ആദ്യത്തെ ടംബ്ലറിലെ പിങ്ക് നിറമുള്ള ദ്രാവകം ഒഴിഞ്ഞ ഗ്ലാസ് ടംബ്ലറിലേക്ക് പകരാൻ ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ടീച്ചർ പറഞ്ഞതുപോലെ ചെയ്തു. പിന്നീട് നടന്നത് അത്ഭുതമായിരുന്നു. രണ്ടാമത്തെ ടംബ്ലറിലേക്ക് പകർത്തിയ ആ പിങ്ക് ദ്രാവകം എന്തായി മാറി? മഞ്ഞ നിറമായി മാറി. നല്ലൊരു മാജിക് കണ്ട ത്രില്ലിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ എന്താ പറയുന്നത്? 2 ടംബ്ലറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നില് പിങ്ക് നിറത്തിലുള്ള ദ്രാവകം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ ദ്രാവകം അടുത്ത ഗ്ലാസ്സിലേക്ക് പകരുമ്പോൾ എന്തായി മാറുന്നു? അതിൻ്റെ കളറ് മഞ്ഞയായിട്ട് മാറുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാമേ. നമ്മൾ വായിച്ചത് ജിനുവിൻ്റെ ഡയറി കുറിപ്പായിരുന്നു. അപ്പോൾ ജിനുവിൻ്റെ ക്ലാസ്സിൽ ടീച്ചർ നടത്തിയ പരീക്ഷണത്തിൻ്റെ രഹസ്യം എന്തായിരിക്കും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ശാസ്ത്രക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ട്. എന്തൊക്കെയാണ്? വിനാഗിരി, പുളിവെള്ളം, ഉപ്പുലായനി, ചാരം കലക്കിയ വെള്ളം, നാരങ്ങാനീര്, അപ്പക്കാര ലായനി എന്നിവ. അപ്പോൾ ഇതെല്ലാം പ്രത്യേകം ഗ്ലാസ്സുകളിൽ 2 or 3 തുള്ളി വീതം ചേർത്ത് ഓരോന്നിലേക്കും 1/2 ഗ്ലാസ് വീതം പതിമുഖ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ടംബ്ലറിലെ വെള്ളത്തിനാണ് മഞ്ഞ നിറം ലഭിച്ചതെന്നാണ് നോക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ്സിലെ വെള്ളത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? പിങ്ക് ദ്രാവകം മഞ്ഞ നിറമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ പിങ്ക് ദ്രാവകം എന്തായിരുന്നു? പതിമുഖ വെള്ളമായിരുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ. ജിനുവിൻ്റെ ഡയറിയിൽ പരാമർശിച്ചിട്ടുള്ള പരീക്ഷണത്തിൽ മഞ്ഞ നിറം ലഭിക്കാനായി 2ാമത്തെ ക്ലാസ്സിൽ ടീച്ചർ ചേർത്തിട്ടുള്ള വസ്തു എന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കാം. ചേർക്കാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ്? നാരങ്ങാനീര്, വിനാഗിരി, പുളിവെള്ളം. അപ്പോൾ പതിമുഖ വെള്ളത്തിന്റെ നിറം മഞ്ഞയാക്കിയ പദാർത്ഥങ്ങൾക്ക് രുചിയിൽ എന്തെങ്കിലും പൊതു സ്വഭാവമുണ്ടോ? വിനാഗിരി, പുളിവെള്ളം, നാരങ്ങാനീര്, ഇവയ്ക്കൊക്കെ പൊതുവെയുള്ള സ്വഭാവം എന്താണ്? അവയ്ക്കൊക്കെ പുളിരുചിയുണ്ട് അല്ലേ? അവയ്ക്ക് പുളിരുചിയുള്ളത് എന്തുകൊണ്ടാണ്? ചില ആസിഡുകൾ അതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അവയ്ക്ക് പുളിരുചിയുള്ളത്. ഇനി ഇവിടെ നോക്കിക്കേ, ലിറ്റ്മസ് പേപ്പർ എന്താണെന്ന്. മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ചു വളരുന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ്. ഇത് നിറമാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു. ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു. നീല, ചുമപ്പ് നിറങ്ങളിലുള്ള ലിറ്റ്മസ് പേപ്പറുകളും ലായനികളും സ്കൂൾ ലബോറട്ടറിയിൽ ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? ആസിഡുകളുടെ പ്രത്യേകതകൾ അറിയാൻ നമുക്ക് ചില പരീക്ഷണങ്ങൾ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ കുറച്ച് ഗ്ലാസ് നിരത്തി വെക്കുന്നു. അതിൽ ഒരു ദ്രാവകം എന്ന ക്രമത്തിൽ നമ്മൾ സോപ്പ് വെള്ളം, നാരങ്ങാനീര്, തെളിഞ്ഞ അപ്പക്കാര ലായനി, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, വിനാഗിരി, മോര്, പുളിവെള്ളം, തെളിഞ്ഞ ചാരവെള്ളം എന്നിവ നമ്മൾ ഒഴിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് ആ ദ്രാവകങ്ങളിൽ മുക്കി നോക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരി ഒഴിച്ച ഗ്ലാസ്സിൽ നമ്മൾ നീല ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നീല ലിറ്റ്മസ് പേപ്പർ ചുമപ്പായിട്ട് മാറും. അതുപോലെ തന്നെ നാരങ്ങാനീരിലും എങ്ങനെയാണ്? നീല ലിറ്റ്മസ് പേപ്പർ ചുമപ്പായിട്ട് മാറും. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ എങ്ങനെയാണ്? ചുമന്ന ലിറ്റ്മസ് പേപ്പർ നീലയായിട്ട് മാറും. പിന്നെന്താണ്? അപ്പക്കാര ലായനി എടുത്താൽ അതെങ്ങനെയാണ്? ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീലയായിട്ട് മാറും. പിന്നെ നമ്മൾ
മോരെടുത്താൽ മോര് എങ്ങനെയാണ്? നീല ലിറ്റ്മസ് പേപ്പർ ചുമപ്പായിട്ട് മാറും. ഏതെല്ലാം ദ്രാവകങ്ങളിലാണ് നീല ലിറ്റ്മസിനെ ചുമപ്പാക്കിയത്? അപ്പോൾ നാരങ്ങാനീര്, വിനാഗിരി, മോര് എന്നിവയിൽ എങ്ങനെയാണ് നീല ലിറ്റ്മസ് പേപ്പർ ചുമപ്പായിട്ട് മാറി? അതുപോലെ തന്നെ ഏതെല്ലാം ദ്രാവകങ്ങളിലാണ് ചുമപ്പ് ലിറ്റ്മസിനെ നീലയാക്കിയത്? ചുണ്ണാമ്പ് വെള്ളം, അപ്പക്കാര ലായനി, അതുപോലെ തന്നെ സോപ്പ് വെള്ളം എന്നിവയൊക്കെ എങ്ങനെയാണ് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി. ഇനിയും ആസിഡുകളും ബേസുകളും എന്താന്ന് നോക്കിക്കേ. നീല ലിറ്റ്മസിനെ ചുമപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ്. എന്താണ്? നീല ലിറ്റ്മസിനെ ചുമപ്പാക്കുന്നത് എന്താണ്? ആസിഡുകളാണ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങൾ എന്താണ്? ബേസുകളാണ്. ചുവന്നതിനെ നീലയാക്കുന്നത് ബേസ് ആണ്. നീലയെ ചുമപ്പാക്കുന്നത് ആസിഡുകളാണ്. ഓക്കെ, അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ബേസും ആൽക്കലിയും പലപ്പോഴും പരസ്പരം ഒന്നിന് പകരമായി ഉപയോഗിക്കുന്ന പദങ്ങളാണ് ബേസും ആൽക്കലിയും. എന്നാൽ ഇവയ്ക്കിടയിൽ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ലോഹങ്ങളുടെ ഓക്സൈഡുകളോ ഹൈഡ്രോക്സൈഡുകളോ ആണ് ബേസുകൾ. ബേസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഹങ്ങളുടെ ഓക്സൈഡുകളോ ഹൈഡ്രോക്സൈഡുകളോ ആണ് ബേസുകൾ. ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. പൊട്ടാസ്യം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ്. എന്നാൽ ബേസുകളുടെ ജലീല ലായനികളാണ് ആൽക്കലികൾ. എന്താണ്? ബേസുകളുടെ ജലീല ലായനികളാണ് ആൽക്കലികൾ. എല്ലാ ബേസുകളും ജലത്തിൽ ലയിക്കില്ല. എല്ലാ ബേസുകളും ജലത്തിൽ ലയിക്കില്ല. അതിനാൽ എല്ലാ ബേസുകളും ആൽക്കലികളല്ല. എന്നാൽ എല്ലാ ആൽക്കലികളും എന്താണ്? ബേസുകളാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയ ബേസുകൾ വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ ആൽക്കലികളാണ്. എന്നാൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, കോപ്പർ ഹൈഡ്രോക്സൈഡ് എന്നിവ ബേസുകളായ ഹൈഡ്രോക്സൈഡുകൾ ആണെങ്കിലും ജലത്തിൽ ലയിക്കാത്തതിനാൽ ആൽക്കലികളല്ല. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക സ്വഭാവം കാണിക്കുമ്പോൾ അലോഹ ഓക്സൈഡുകൾ ആസിഡ് സ്വഭാവമാണ് കാണിക്കുന്നത്. എന്താണ്? ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക സ്വഭാവം കാണിക്കുമ്പോൾ അലോഹ ഓക്സൈഡുകൾ ആസിഡ് സ്വഭാവമാണ് കാണിക്കുന്നത്. അതിന് ഉദാഹരണമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്. രാസപ്രവർത്തനങ്ങളിൽ പ്രോട്ടോണുകളെ, അതായത് H+ അയോണുകളെ നൽകാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ബേസുകൾ അവ സ്വീകരിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ്. ബേസുകൾ വെള്ളത്തിൽ ലയിക്കുമ്പോൾ OH- ഹൈഡ്രോക്സൈഡ് അയോണുകളെ സ്വതന്ത്രമാക്കുന്നു. ഈ ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കണേ. ലബോറട്ടറിയിലെ NaOH, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡിനെ കാസ്റ്റിക് സോഡ എന്നും KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ കാസ്റ്റിക് പൊട്ടാഷ് എന്നും പറയാറുണ്ട്. കാസ്റ്റിക് എന്ന പദത്തിന്റെ ഉൽപ്പത്തി എന്താന്ന് നോക്കിക്കേ. കൗഷ്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കോസ്റ്റിക് എന്ന പദം ഉണ്ടായത്. പൊള്ളിക്കുന്നത് അഥവാ പൊള്ളിക്കാൻ കഴിയുന്നത് എന്നാണ് ഈ പദത്തിന് അർത്ഥം. ശരീരത്തിൽ വീണാൽ തീവ്ര നാശനശേഷിയുള്ളവയായതുകൊണ്ടാണ് ഇവയെ കാസ്റ്റിക് പദാർത്ഥങ്ങളെന്ന് വിളിക്കുന്നത്. ലിറ്റ്മസിന് ഒരു പകരക്കാരൻ. ഒരു വെള്ളക്കടലാസിന്റെ ഇരുവശത്തും ചുവന്ന ചെമ്പരത്തിപ്പൂവ് നന്നായി ഉരച്ച് പിടിപ്പിക്കുക. നമ്മൾ ലിറ്റ്മസ് പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടായിരുന്നല്ലേ. ഇനി ഇവിടെ ലിറ്റ്മസ് പേപ്പറിന് പകരമായിട്ടൊരു ആളെ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു വെള്ളക്കടലാസ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് വശങ്ങളിലും എന്തോ ചെയ്യണം? ചെമ്പരത്തിപ്പൂവ് നന്നായിട്ട് ഉരച്ച് പിടിപ്പിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പേപ്പറിൻ്റെ നിറം അപ്പോൾ എന്താകും? നീല നിറമാകും അല്ലേ, ബ്ലൂ കളറാകും. ഈ പേപ്പർ ഉണക്കിയെടുത്ത് മുറിച്ച് നമുക്ക് നീല ലിറ്റ്മസ് പേപ്പറായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ചുമപ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ നീല ലിറ്റ്മസ് പേപ്പറിനെ നമുക്ക് ആസിഡ് സ്വഭാവമുള്ള ഏതെങ്കിലും ദ്രാവകത്തിൽ മുക്കിയാൽ അതിൻ്റെ കളർ എന്താകും? ചുമപ്പ് കളറായിട്ട് മാറും. അങ്ങനെ നമുക്ക് നീലയും ചുമപ്പും ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി സൂചകങ്ങൾ എന്താന്ന് നോക്കിക്കേ. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. നമ്മൾ ഓരോ പദാർത്ഥവും ആസിഡാണോ ബേസ് ആണോ എന്ന് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചല്ലേ. അപ്പോൾ
ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സൂചകമാണ്. ലബോറട്ടറി സൂചകങ്ങൾ. നമ്മൾ നീല, ചുമപ്പ് ലിറ്റ്മസ് പേപ്പറിനെ കുറിച്ച് പരിചയപ്പെട്ടായിരുന്നു അല്ലേ? ഇവിടെ ഇനി നമ്മൾ എന്താ നോക്കുന്നത്? അവയ്ക്ക് പുറമെ ലബോറട്ടറിയിൽ സാധാരണ ഉപയോഗിക്കുന്ന 2 സൂചകങ്ങളാണ് ഫിനോഫ്തലിനും അതുപോലെ തന്നെ മീഥൈൽ ഓറഞ്ചും. അതിന്റെ ചിത്രം ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ എന്താ ഇനി പറയുന്നത്? ഫിനോഫ്തലിന്റെ 2-3 തുള്ളികൾ നാം പരിചയപ്പെട്ട ആസിഡ് ബേസ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ചേർത്ത് നിറമാറ്റം നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ബോക്സ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ വിനാഗിരി എടുത്തിട്ട് വിനാഗിരിയിൽ ഫിനോഫ്തലിന്റെയും അതുപോലെ തന്നെ മീഥൈൽ ഓറഞ്ചിന്റെയും ഡ്രോപ്സ് നമ്മൾ ചേർക്കുന്നുണ്ട്. ആദ്യം നമ്മൾ വിനാഗിരിയിൽ ഫിനോഫ്തലിന്റെ ഡ്രോപ്സ് ചേർക്കുമ്പോൾ അവിടെ എന്താണ് കാണുന്നത്? അവിടെ നിറമില്ലാത്ത അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. മീഥൈൽ ഓറഞ്ച് ചേർക്കുമ്പോൾ വിനാഗിരിയിൽ മീഥൈൽ ഓറഞ്ച് ചേർക്കുമ്പോൾ ലൈറ്റ് പിങ്കോ അല്ലെങ്കിൽ ലൈറ്റ് റെഡ് കളറോ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലാണെങ്കിൽ എന്താണ്? പിങ്ക് നിറമായിരിക്കും. ഫിനോഫ്തലിൻ ചേർക്കുമ്പോൾ പിങ്ക് നിറമായിരിക്കും. മീഥൈൽ ഓറഞ്ച് ചേർക്കുമ്പോൾ ലൈറ്റ് യെല്ലോ കളറാണ് കാണുന്നത്. നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? ആസിഡ് സ്വഭാവമുള്ള വസ്തുക്കളിൽ ഫിനോഫ്തലിൻ ചേർക്കുമ്പോൾ അവിടെ കളറ് കാണിക്കത്തില്ല, നിറമില്ലായ്മയാണ് കാണുന്നത്. മീഥൈൽ ഓറഞ്ച് ചേർക്കുകയാണെങ്കിൽ അവിടെ ലൈറ്റ് പിങ്കോ അല്ലെങ്കിൽ ലൈറ്റ് റെഡ് കളറോ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബേസ് സ്വഭാവമുള്ള വസ്തുക്കളിൽ ഫിനോഫ്തലിൻ ചേർക്കുമ്പോൾ അവിടെ പിങ്ക് നിറമാണ് കാണപ്പെടുന്നത്. മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ ലൈറ്റ് യെല്ലോ കളറായിരിക്കും കാണുന്നത്. നോക്കി, ഏതൊക്കെ വസ്തുക്കളാണ് ആസിഡിന്റെ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നത്? നമ്മൾ കണ്ടായിരുന്നു വിനാഗിരി, അതുപോലെ തന്നെ പിന്നെന്താണ്, നാരങ്ങാനീര്, പുളിവെള്ളമൊക്കെ നമ്മൾ ആസിഡിന്റെ സൂചകങ്ങളായി നമ്മൾ ഉപയോഗിക്കാം. ബേസിക സൂചകങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയായിരുന്നു? സോപ്പ് വെള്ളം, അപ്പക്കാരലായനി തുടങ്ങിയവ അല്ലേ? ആസിഡുകൾ നീല ലിറ്റ്മസിനെ എന്ത് ചെയ്യുന്നു? ചുമപ്പാക്കുന്നു. ബേസുകൾ ചുമപ്പ് ലിറ്റ്മസിനെ എന്തോ ചെയ്യുന്നു? നീലയാക്കുന്നു. അപ്പോൾ അവയ്ക്ക് മറ്റെന്തെങ്കിലും പൊതു സ്വഭാവം ഉണ്ടോ എന്നാണ് നമ്മളിനി നോക്കുന്നത്. വിനാഗിരി, നാരങ്ങാനീര്, മോര്, പുളി എന്നിവയുടെ രുചി എന്താണ്? നമുക്കറിയാം അവയുടെ രുചി എന്താണ്? പുളിരുചിയാണ്. ഇനി നോക്കിക്കേ, കുളിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വായിൽ സോപ്പിന്റെ അംശം കലർന്ന് കാണുമല്ലോ. സോപ്പിന്റെ രുചി എന്താണ്? സോപ്പ്, അപ്പക്കാരം എന്നിവയുടെ രുചി ഒരേപോലെയാണ്. എന്ത് രുചിയാണ്? ഇവയ്ക്ക് കാരരുചിയാണ്. ബേസ് സ്വഭാവമുള്ള ഒരു പദാർത്ഥമാണ് സോപ്പ്. എല്ലാ ആസിഡുകൾക്കും എന്ത് രുചിയാണ്? പുളിരുചിയാണ്. അതുപോലെ തന്നെ എല്ലാ ബേസുകൾക്കും കാരരുചിയാണ് ഉള്ളത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ശാസ്ത്രക്കിറ്റിലെ ഓരോ ദ്രാവകങ്ങളിലും ചിത്രത്തിൽ കാണുന്നത് പോലെ കൈവിരലുകൾ മുക്കി കൂട്ടിയുരച്ചു നോക്കൂ. ഏതെല്ലാം ദ്രാവകങ്ങൾക്കാണ് വഴുവഴുപ്പ് അനുഭവപ്പെടുന്നത്? ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോപ്പ് വെള്ളം, അപ്പക്കാര ലായനി, അതുപോലെ തന്നെ തെളിഞ്ഞ ചാരവെള്ളം, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം. ഇതിലൊക്കെ നമ്മൾ എന്താണ്, നമ്മുടെ കൈവിരലുകൾ മുക്കി കൂട്ടിയുരയ്ക്കുമ്പോൾ ഒരു വഴുവഴുപ്പ് അനുഭവപ്പെടും അല്ലേ? അപ്പോൾ ബേസുകളുടെ ഏത് പൊതു സ്വഭാവമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? വഴുവഴുപ്പാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, സാർവിക സൂചകം, യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് സാർവിക സൂചകം. പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണിത്. ഇതിന്റെ ഏതാനും തുള്ളി ആസിഡുകളിലോ ബേസുകളിലോ ചേർക്കുമ്പോൾ അവയുടെ സ്വഭാവവും തീവ്രതയും അനുസരിച്ച് പല നിറങ്ങൾ ലഭിക്കുന്നു. കുപ്പിക്ക് പുറത്തുള്ള കളർ ചാർട്ടുമായി താരതമ്യം ചെയ്ത് ദ്രാവകത്തിന്റെ സ്വഭാവവും തീവ്രതയും കണ്ടെത്താം. നോക്കിക്കേ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ ഒരു ബോക്സ് പറഞ്ഞിട്ടുണ്ട്. ആസിഡുകളുടെയും ബേസുകളുടെയും പൊതു സവിശേഷതകൾ നമ്മൾ പറയാനാ പറഞ്ഞേക്കുന്നത്. ആസിഡുകൾക്ക് എങ്ങനെയാണ്? പുളിരുചിയാണ്. അതുപോലെ തന്നെ നീല ലിറ്റ്മസിനെ എന്തോ ചെയ്യുന്നു? ചുമപ്പാക്കുന്നു. ബേസുകൾ എങ്ങനെയാണ്? കാരരുചിയാണ്. പിന്നെന്താണ്? ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു. അതിന് വഴുവഴുപ്പ് ഉണ്ട്. ഓക്കെ, നീല ലിറ്റ്മസിനെ ചുമപ്പാക്കുന്നവ. നീല ലിറ്റ്മസിനെ ചുമപ്പാക്കുന്ന പദാർത്ഥങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് ആസിഡ് സ്വഭാവമുള്ള വസ്തുക്കളാണ്. അതോടൊപ്പം തന്നെ അവയ്ക്ക് എന്താണ്? പുളിരുചിയുണ്ട്. പിന്നെന്താ പറഞ്ഞത്? അത് നീല ലിറ്റ്മസിനെ എന്തോ ചെയ്യുന്നുണ്ട്? ചുമപ്പാക്കുന്നുണ്ട്. ഇവിടെ നോക്ക്, ഇവിടെ ഓറഞ്ച് നീരെന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം അതൊരു ആസിഡാണ് അല്ലേ? അതുപോലെ തന്നെ കട്ടൻ ചായ, കഞ്ഞിവെള്ളം അതൊന്നും ആസിഡുകളല്ല. ഇരുമ്പൻപുളി എന്താണ്? ആസിഡാണ്. മുന്തിരി നീര് ആസിഡാണ്. തക്കാളി നീരും ആസിഡാണ്.
തേങ്ങാവെള്ളം ആസിഡിൽ വരുന്നതല്ല. അപ്പോൾ ഇവിടെ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ഓറഞ്ച് നീര്, ഇരുമ്പൻപുളി നീര്, മുന്തിരി നീര്, തക്കാളി നീര്. ഇനി ഇവിടെ നോക്കിക്കേ, പേരിനു പിന്നിൽ പുളിരുചി എന്നതിന് ലാറ്റിൻ ഭാഷയിൽ അസിഡസ് എന്നാണ് പറയുക. ഇതിൽ നിന്നാണ് ആസിഡ് എന്ന പദം ഉണ്ടായത്. ഇവിടെ കാണിച്ചേക്കുന്നത് എന്താണ്? ഇരുമ്പൻ പുളിയുടെ ചിത്രമാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്ന ദ്രാവകങ്ങൾ ഏതൊക്കെയാണ്? മോര്, വിനാഗിരി, ഇരുമ്പൻ പുളി, മുന്തിരി, തക്കാളി. ഇവയുടെയൊക്കെ ആ നീര് നമുക്ക് ഉറപ്പായിട്ടും നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാനായിട്ട് കഴിയും. കാരണം എന്താണ്? ഇവയ്ക്കെല്ലാം ആസിഡ് സ്വഭാവമാണ് അല്ലേ? ഇതിലെല്ലാം ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇതിന് പുളിരുചിയാണ് ഉള്ളത്. ഓക്കെ. ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ. പുളിരുചിയുള്ള ഭക്ഷ്യവസ്തുക്കളിലെല്ലാം ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. മിക്ക പഴങ്ങളിലും ഒന്നിലധികം ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ പ്രധാനമായി അടങ്ങിയിട്ടുള്ള ചില ആസിഡുകളാണിത്. ഭക്ഷ്യവസ്തു മോര്, തൈര്. മോരിലും തൈരിലും എന്തുണ്ട്? ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്. നാരങ്ങയിൽ സിട്രിക് ആസിഡ്. അതുപോലെ തന്നെ ഓറഞ്ചിലും എന്താണ്? സിട്രിക് ആസിഡ് ആണ്. വാളംപുളി ടാർട്ടാറിക് ആസിഡ്. ആപ്പിള് മാലിക് ആസിഡ്. നെല്ലിക്ക അസ്കോർബിക് ആസിഡ്. തക്കാളി ഓക്സാലിക് ആസിഡ്. നെല്ലിക്കയിലും ആസിഡ്. നെല്ലിക്കയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. വിറ്റാമിൻ സി എന്നത് അസ്കോർബിക് ആസിഡ് ആണ്. ഇതിന്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത്. അപ്പോൾ നമ്മുടെ മോണയ്ക്കൊക്കെ നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നെല്ലിക്ക തിന്നാൽ മതി എന്ന് പറയത്തില്ലേ? വിറ്റാമിൻ സി ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. നമ്മളിത് ബയോളജി പഠിക്കുന്നുണ്ട്. ഓക്കെ. പാല് തൈരാകുമ്പോൾ. പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭക്ഷ്യോൽപ്പന്നമാണ് തൈര്. തൈരിന് പുളിരുചി ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? പുളിരുചി ആസിഡിന്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം. പാല് തൈരാകുമ്പോൾ എങ്ങനെയാണ് അതിന് ആസിഡ് സ്വഭാവം വരുന്നത് നോക്കിക്കേ. പാലിനെ തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ നമ്മൾ എന്താ ചേർക്കുന്നത്? അല്പം തൈര്, അതായത് ഉറയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. തൈരിൽ എന്തുണ്ട്? ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട്. ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് തൈരിന് പുളിരുചി നൽകുന്നത്. ഇവിടുത്തെ കാണിച്ചിട്ടുണ്ട് ലാക്ടോബാസിലസ് ബാക്ടീരിയ. ലബോറട്ടറികളിലെ ആസിഡുകളും ബേസുകളും. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയ ആസിഡുകൾ വീര്യം കുറഞ്ഞവയാണ്. എന്നാൽ ലബോറട്ടറികളിൽ സാധാരണ ഉപയോഗിക്കുന്ന പല ആസിഡുകളും ബേസുകളും വീര്യം കൂടിയവയാണ്. അപ്പോൾ അതുപോലെ ഉപയോഗിക്കുന്ന ചില ആസിഡുകളുടെയും ബേസുകളുടെയും ആണ് ഇവിടെ പേര് നൽകിയിട്ടുള്ളത്. നോക്കിക്കേ. ആസിഡുകൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ബേസുകൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പ്, സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് പൊട്ടാഷ്. ആസിഡ് വീണ് കണ്ണിന് പരിക്കേറ്റു. ആനക്കയം ആസിഡ് തെറിച്ചു വീണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് കണ്ണിന് പൊള്ളലേറ്റു. റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ഫോർമിക് ആസിഡിന്റെ ടിൻ തുറന്നപ്പോഴായിരുന്നു അപകടം. ഇവിടെ ഒരു പേപ്പർ കട്ടിങ്ങാണ് കാണിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ രാസവസ്തുക്കൾ പലതും അപകടകാരികളാണ്. എങ്കിലും വിവിധ വ്യാവസായിക ആവശ്യങ്ങൾക്കും പരീക്ഷണ ആവശ്യങ്ങൾക്കും നമുക്ക് അത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തോ ശ്രദ്ധിക്കണം? നമ്മൾ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിന് മുൻകരുതലുകൾ എടുക്കണം. ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. കൈകൊണ്ട് തൊടരുത്. മണത്ത് നോക്കാൻ പാടില്ല. രുചിച്ചു നോക്കരുത്. കുപ്പിയിൽ നിന്ന് എടുക്കാൻ ഡ്രോപ്പർ ഉപയോഗിക്കണം. ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ ഹോൾഡർ ഉപയോഗിക്കണം. ഇവിടെ കാണിച്ചേക്കുന്ന ഹോൾഡർ കൊണ്ട് പിടിച്ചേക്കുക. കണ്ടോ? ആസിഡ് വീണാൽ. വീര്യം കൂടിയ ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കാനും താപം പുറത്തുവിടാനും കഴിവുണ്ട്. അവ ശരീരത്തിൽ വീണാൽ പൊള്ളൽ ഉണ്ടാകുന്നു. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ സമയം ഒഴിക്കുകയാണ് ഇതിനുള്ള പ്രഥമ ശുശ്രൂഷ. പൊള്ളൽ ഗുരുതരമാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഉറുമ്പ് കടിക്കുമ്പോൾ. ഉറുമ്പിന്റെ ശരീരത്തിൽ ഫോർമിക് ആസിഡ് ഉണ്ട്. ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം. നമ്മൾ ഇതുവരെ വീട്ടിൽ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളും ബേസുകളും ഉപയോഗിച്ചാണ് പരീക്ഷണം ചെയ്തത്.
ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ലബോറട്ടറിയിലുള്ള ആസിഡുകളും ബേസുകളും നേർപ്പിച്ച് പരീക്ഷണം ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡും എടുത്തിട്ടുണ്ട്. ബേസിൻ്റെ കൂട്ടത്തിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ, നീല ലിറ്റ്മസ് പേപ്പർ, ചുമപ്പ് ലിറ്റ്മസ് പേപ്പറാണ് സൂചകങ്ങളായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിലും സൾഫ്യൂരിക് ആസിഡിലും മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ആസിഡിന് എന്ത് നിറമാണ് ഉണ്ടാവുന്നത്? ആസിഡിന് അവിടെ ഇളം പിങ്ക് നിറം അല്ലെങ്കിൽ ഇളം ചുമപ്പ് നിറമാണ് മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഫിനോഫ്തലിൻ ആസിഡിൽ ഉപയോഗിക്കുമ്പോൾ എന്ത് കളർ ഉണ്ടാവുന്നുണ്ട്? അവിടെ നിറമൊന്നും ഉണ്ടാവുന്നില്ല, നിറമില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നമ്മൾ നീല ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കുമ്പോൾ എന്താ കാണുന്നത്? അവിടെ നീല ലിറ്റ്മസ് പേപ്പർ ചുമപ്പായിട്ട് ആസിഡിൽ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചുമപ്പ് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കുമ്പോൾ അവിടെ നിറമാറ്റമൊന്നുമില്ല, അത് ചുമപ്പായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡിലും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും നമ്മൾ മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ഇളം മഞ്ഞ നിറമാണ് ഉണ്ടാവുന്നത്. എന്താണ്? ഇളം മഞ്ഞ നിറമാണ് മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കുമ്പോൾ ബേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫിനോഫ്തലിൻ ഉപയോഗിക്കുമ്പോഴോ അവിടെ പിങ്ക് നിറം കാണാനായിട്ട് സാധിക്കും. നീല ലിറ്റ്മസ് പേപ്പറിന് മാറ്റമൊന്നുമില്ല. ചുമപ്പ് ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറും? നീലയായിട്ട് മാറും. ഓക്കെ, ആ ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ആസിഡുകളിൽ മീഥൈൽ ഓറഞ്ച് ഏത് കളറിൽ കാണപ്പെടും? ഇളം പിങ്ക് അല്ലെങ്കിൽ ഇളം ചുമപ്പ്. ഫിനോഫ്തലിന് നിറമില്ല. നീല ലിറ്റ്മസ് പേപ്പർ എന്തായി മാറും? ചുമപ്പായിട്ട് മാറും. ചുമപ്പായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ബേസിൽ എങ്ങനെയായിരിക്കും? ബേസിൽ മീഥൈൽ ഓറഞ്ച് ഏത് കളറായിരിക്കും? ഇളം മഞ്ഞ നിറമായിരിക്കും. ഫിനോഫ്തലിൻ ബേസിൽ പിങ്ക് നിറമായിരിക്കും. നീല ലിറ്റ്മസ് പേപ്പർ നീലയായിട്ട് തന്നെ ഇരിക്കും. ചുമപ്പ് ലിറ്റ്മസ് പേപ്പർ നീലയായിട്ട് മാറും. ഓക്കെ, ഇവിടെ അത് ക്രോഡീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, സൂചകങ്ങൾ കാണിച്ചിട്ടുണ്ട്. നീല ലിറ്റ്മസ് പേപ്പർ, ചുമപ്പ്, ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച്. സ്വാഭാവിക നിറം എന്താണ്? നീല ലിറ്റ്മസിന് നീല നിറമാണ്, ചുവപ്പ് ലിറ്റ്മസിന് ചുമപ്പാണ്, ഫിനോഫ്തലിന് നിറമില്ല. മീഥൈൽ ഓറഞ്ചിന് എന്ത് കളറാണ്? ഓറഞ്ച് നിറമാണ്. നോക്കിക്കേ, ഇവിടെ നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ എങ്ങനെയായിരിക്കും? ചുമപ്പ് നിറം കാണിക്കുന്നു. ബേസിൽ നീല നിറമായിരിക്കും. ചുമപ്പ് ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ഏത് നിറമാണ്? ചുമപ്പ് നിറമാണ്. ബേസിൽ നീല നിറമായിരിക്കും. ഫിനോഫ്തലിൻ ആസിഡിൽ നിറമില്ല, ബേസിൽ വരുമ്പോൾ പിങ്ക് നിറം കാണിക്കുന്നു. മീഥൈൽ ഓറഞ്ച് ആസിഡിലെ നിറം എന്താണ്? ഇളം പിങ്ക് അല്ലെങ്കിൽ ഇളം ചുമപ്പ് നിറം കാണിക്കുന്നു. ബേസിലെ നിറം എന്താണ്? മീഥൈൽ ഓറഞ്ചിന്റെ ഇളം മഞ്ഞ നിറമാണ്. ഓക്കെ, ആസിഡ് നേർപ്പിക്കുന്ന രീതി. സൾഫ്യൂരിക് ആസിഡ് നേർപ്പിക്കുമ്പോൾ വലിയ അളവിൽ താപം പുറത്തുവിടും. ആസിഡിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശരീരത്തിൽ തെറിച്ചു വീണ് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ആസിഡ് നേർപ്പിക്കുമ്പോൾ ബീക്കറിൽ ജലമെടുത്ത് അതിലേക്ക് ആസിഡ് അല്പമായി ചേർത്ത് ഇളക്കുകയാണ് വേണ്ടത്. സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നിവയും അവയുടെ ഗാഢലായനികളും പൊള്ളൽ ഉണ്ടാക്കും. അതിനാൽ 1/2 ലിറ്റർ വെള്ളത്തിൽ അവയുടെ 4-5 ക്രിസ്റ്റലുകൾ ലയിപ്പിച്ച നേർത്ത ലായനിയാണ് പരീക്ഷണത്തിന് എടുക്കേണ്ടത്. ഇവയുടെ ക്രിസ്റ്റലുകൾ ബോട്ടിലിൽ നിന്നെടുക്കാൻ സ്പാച്ചുലയോ കുടിലോ ഉപയോഗിക്കണം. ആസിഡും ലോഹങ്ങളും. നമ്മൾ ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആസിഡുകളുടെ സവിശേഷതകൾ കണ്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആസിഡിന്റെ മറ്റൊരു സവിശേഷതയാണ്. അപ്പോൾ ഇവിടെ ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നോക്കിക്കേ, ഇരുമ്പ്, ചെമ്പ് എന്നിവയെ പോലെ മറ്റൊരു ലോഹമാണ് മഗ്നീഷ്യം. എക്സ്പെരിമെന്റ് എന്താ പറയുന്നത്? ഒരു ടെസ്റ്റ് ട്യൂബിൽ 1/4 ഭാഗം വിനാഗിരി, അതായത് നേർപ്പിച്ച അസറ്റിക് ആസിഡ് എടുക്കുക. അതിലേക്ക് മഗ്നീഷ്യ റിബണിന്റെ 3-4 ചെറു കഷ്ണങ്ങൾ ഇടുക. എന്താണ് നിരീക്ഷണ ഫലം? അവിടെ ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗം പെരുവിരൽ കൊണ്ട് അല്പസമയം അടച്ചു പിടിക്കൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കുമിളകളായി ഉയർന്നു വന്ന് നമ്മുടെ പെരുവിരലിൽ തള്ളലുണ്ടാക്കുന്ന വാതകം ഏതാണ്? അപ്പോൾ ഇതറിയാൻ വീണ്ടും നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യണം. എന്നിട്ട്
ടെസ്റ്റ് ട്യൂബ് അല്പം ചരിച്ചു പിടിച്ച് കത്തുന്ന ഒരു തീപ്പെട്ടിക്കുള്ളി ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗത്ത് കൊണ്ടുവന്ന ശേഷം വിരൽ മാറ്റൂ. എന്താണ് നിരീക്ഷണ ഫലം? അപ്പോൾ ആസിഡ് ലോഹവുമായി പ്രവർത്തിച്ചപ്പോൾ ഒരു വാതകമുണ്ടായി. ആ വാതകം ഏതാണ്? തീ കാണിച്ചപ്പോൾ ചെറു ശബ്ദത്തോടെ കത്തിയ ഈ വാതകം ഹൈഡ്രജൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അവിടെ ഏത് വാതകമാണ് ഉണ്ടാവുന്നത്? ഹൈഡ്രജൻ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ആസിഡും ലോഹവും കൂടെ പ്രവർത്തിച്ചപ്പോൾ ഏത് വാതകം ഉണ്ടായി? ഹൈഡ്രജൻ ഉണ്ടായി. അത് ആ ചെറിയ ശബ്ദത്തോടെ തീപ്പെട്ടിക്കുള്ളി നമ്മൾ കൊണ്ട് കാണിച്ചപ്പോൾ ചെറിയ ശബ്ദത്തോടെ അത് ആളി കത്തുന്നതായിട്ട് കണ്ടു. ഇവിടെ മറ്റു ലോഹങ്ങളും ആസിഡുകളും ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും ഉപയോഗിച്ച് പരീക്ഷണം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? അവിടെ ഹൈഡ്രജൻ വാതകം ഉണ്ടാവുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് വാതകം ഉണ്ടാകുന്നു? ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഇനി ഇവിടെ നോക്കിക്കേ, ഹൈഡ്രജനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. അതിനാൽ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഉയർന്ന് പൊങ്ങും. റോക്കറ്റുകളിൽ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളും ഇന്ന് നിലവിലുണ്ട്. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ പരീക്ഷണാർത്ഥം ഒരു ഹൈഡ്രജൻ ബസ് നിരത്തിലിറക്കി കഴിഞ്ഞു. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലം ഉണ്ടാകും. ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകാം. ഭാവിയുടെ ഊർജ വാഗ്ദാനമാണ് ഹൈഡ്രജൻ. ഓക്കെ, നോക്കിക്കേ, ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങൾ. നമ്മൾ ഇതുവരെ ചെയ്ത പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് ആസിഡുകളുടെ എന്തെല്ലാം പൊതു സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലായി? ആസിഡിന് പുളിരുചിയുണ്ട്. ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ എന്താണ്? ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. നീല ലിറ്റ്മസിനെ ചുമപ്പാക്കി മാറ്റുന്നു. ഇനി ഇവിടെ നോക്കിക്കേ, അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, അച്ചാറിന് പുളിരുചി ഉണ്ടല്ലേ, അപ്പൊ അതൊക്കെ ആസിഡാണ്. അപ്പോൾ ഈ ആസിഡുകൾ ലോഹപാത്രങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ രാസപ്രവർത്തനം നടക്കും. അതുകൊണ്ടാണ് നമ്മൾ അച്ചാറുകൾ ലോഹപാത്രത്തിൽ സൂക്ഷിക്കാത്തത്. അതുപോലെ തന്നെ തൈര്, മോര് ഇവ ചേർത്ത കറികൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ തൈര്, മോര് എന്നിവ എന്താണ്? പുളിരുചിയുള്ളതാണ് അല്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു അത് ലാക്റ്റിക് ആസിഡ് ആണ് അല്ലേ? അപ്പോൾ അത് ലോഹപാത്രങ്ങളുമായി എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അതുകൊണ്ടാണ് തൈര്, മോര് എന്നിവ മൺപാത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, ആസിഡുകളുടെ ഉപയോഗങ്ങൾ. വിനാഗിരി ആസിഡ് സ്വഭാവമുള്ള ഒരു പദാർത്ഥമാണ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. ഇവിടെ വിനാഗിരി നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തിനൊക്കെയാണ്? അച്ചാറുകളിൽ, പാചകാവശ്യങ്ങൾക്ക്, ഭക്ഷ്യ സംസ്കരണം, കാർപ്പറ്റ്, അപ്ഹോൾസ്റ്ററി മുതലായവയിൽ നിന്നും കറകൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം പശകളെ ലയിപ്പിച്ച് സ്റ്റിക്കറുകളും ലേബലുകളും നീക്കം ചെയ്യാൻ വിനാഗിരി ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ആസിഡുകളും ഉപയോഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. അസറ്റിക് ആസിഡ് നമ്മളിപ്പോൾ കണ്ടായിരുന്നു. വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ്. അതുപോലെ തന്നെ ഫോർമിക് ആസിഡിന്റെ ഉപയോഗം എന്തൊക്കെയാണ്? ഫോർമിക് ആസിഡ് നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ടും അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആയിട്ടും നമ്മൾ ഫോർമിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓറഞ്ച്, നാരങ്ങ ഇതിനകത്തൊക്കെ അടങ്ങിയേക്കുന്ന എന്താണ്? സിട്രിക് ആസിഡ് അല്ലേ? ഇനിയും സൾഫ്യൂരിക് ആസിഡ് നോക്കിക്കേ. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററികളിലും അതുപോലെ തന്നെ രാസവള നിർമ്മാണത്തിനും സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? നൈട്രിക് ആസിഡ് രാസവളം, പെയിന്റ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു. ടാനിക് ആസിഡ് തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ. ഓക്കെ, കാർബോണിക് ആസിഡ് സോഫ്റ്റ് ഡ്രിങ്കിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ,
നോക്കിക്കേ, ആസിഡുകളുടെ പൊതു സ്വഭാവത്തിന് കാരണം എന്താണ്? അവയിലുള്ള ഹൈഡ്രജന്റെ സാന്നിധ്യമാണ്. ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ മാത്രമല്ല പിന്നെന്തുണ്ടാവുന്നുണ്ട്? ലവണവും ഉണ്ടാകുന്നുണ്ട്. ആസിഡ് പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ആസിഡിൽ നിന്ന് H2 ഹൈഡ്രജൻ ആദേശം ചെയ്യുന്നുണ്ട്. ഇവിടെ അതിൽ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. H2SO4നോട് സിങ്ക് ചേരുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡിനോട് സിങ്ക് ചേരുമ്പോൾ എന്തോ ഉണ്ടാവുന്നുണ്ട്? സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനിയും ആസിഡിന്റെ മാറ്റം അനുസരിച്ച് ഉണ്ടാകുന്ന ലവണത്തിന് മാറ്റം വരും. സൾഫ്യൂരിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലോഹത്തിന്റെ സൾഫേറ്റും, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലോഹത്തിന്റെ ക്ലോറൈഡും, നൈട്രിക് ആസിഡ് ആണെങ്കിൽ ലോഹത്തിന്റെ നൈട്രേറ്റുമാണ് ഉണ്ടാകുന്നത്. ഇവിടെ വിവിധ ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെ പട്ടികയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ സൾഫേറ്റും ഹൈഡ്രജനും ഉണ്ടാകുന്നു. അതാണ് ഈ ഒരു പട്ടികയിൽ പറഞ്ഞേക്കുന്നത്. ഇനിയും ഹൈഡ്രജൻ കത്തുക എന്നാൽ വായുവിലെ ഓക്സിജൻ തന്മാത്രകളുമായി കൂടിച്ചേർന്ന് ജല തന്മാത്രകൾ ഉണ്ടാവുക എന്നാണ് അർത്ഥം. ഉണ്ടാകുന്ന ജലം ബാഷ്പാവസ്ഥയിലായിരിക്കും. ഓക്കെ, നമ്മൾ ആസിഡിന്റെ ഉപയോഗങ്ങൾ നോക്കിയായിരുന്നല്ലോ. ഇനി നോക്കിക്കേ ബേസുകളുടെ ഉപയോഗങ്ങൾ. ബേസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗം എന്താണ്? ഗ്ലാസ് നിർമ്മാണം, മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? മരുന്നുകളിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ബേസുകളുടെ ഉപയോഗങ്ങളിൽ ഒന്നാണ് സോപ്പ് നിർമ്മാണം. അപ്പോൾ സോപ്പ് നിർമ്മാണത്തെ കുറിച്ച് അടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് സോപ്പ് നിർമ്മാണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് വേണ്ടവരൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, നോക്കിക്കേ, മഞ്ഞൾ ഒരു പ്രകൃതിദത്ത സൂചകം. ആസിഡുകളെ തിരിച്ചറിയാൻ നമ്മൾ ചെമ്പരത്തിപ്പൂ ഉരച്ച കടലാസ് ഉപയോഗിച്ചായിരുന്നു. ഇത് ഒരു പ്രകൃതിദത്ത സൂചകമാണ്. ഇതുപോലെ ബേസുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സൂചകം കണ്ടെത്തിയാലോ എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മഞ്ഞൾ ഉരച്ച കടലാസ്, മഞ്ഞൾ കലക്കിയ വെള്ളം, ഇതിലേക്ക് എന്തോ ചെയ്യണം? സോപ്പ് ലായനിയോ അപ്പക്കാര ലായനിയോ ഒഴിച്ചു നോക്കണം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ ആ ഒരു വെള്ളം ചുമപ്പ് കളറിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അപ്പോ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? ബേസുകളുടെ സൂചകമാണ് മഞ്ഞൾ എന്ന് മനസ്സിലാക്കാം. പിന്നെന്താ പറയുന്നത്? ആസിഡുകളെയും ബേസുകളെയും തിരിച്ചറിയുന്നതിന് നിറമുള്ള മറ്റ് സസ്യഭാഗങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നമ്മളത് കഴിഞ്ഞ ടെക്സ്റ്റ് പഠിക്കുന്നുണ്ടല്ലേ? ഇവിടെ നോക്കിക്കേ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ചില നിറമുള്ള സസ്യഭാഗങ്ങൾ: ചുവന്ന ചീര ഉപയോഗിക്കാം, നീല ശംഖുപുഷ്പം ഉപയോഗിക്കാം, ചുവന്ന കാബേജ്, അതുപോലെ തന്നെ ബീട്രൂട്ട്, പിന്നെന്താണ് തേക്കിൻ തളിര്, പതിമുഖം, നിത്യകല്യാണി, പിന്നെന്താണ് അരിപ്പൂവ് എന്നിവയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നോക്കിക്കേ, ആസിഡിന്റെയും ബേസിന്റെയും ചില പൊതു സ്വഭാവങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ആസിഡ് ഹൈഡ്രജൻ പൊതു ഘടകമാണ്. കാർബണേറ്റുകളുമായി പ്രവർത്തിച്ച് ജലവും ലവണവും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാക്കുന്നു. നാശക സ്വഭാവമുണ്ട്. pH മൂല്യം 7ന് താഴെയാണ്. വെള്ളത്തിൽ ലയിക്കുമ്പോൾ വൈദ്യുതി കടത്തിവിടാൻ കഴിയും. ഇനിയും ബേസിനെ കുറിച്ച് നോക്കിക്കേ, പൊതുലോഹങ്ങളുടെ ഓക്സൈഡുകളോ ഹൈഡ്രോക്സൈഡുകളോ ആണ്. ആസിഡുകളുമായി പ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാക്കുന്നു. നാശക സ്വഭാവമുണ്ട്. pH മൂല്യം 7ന് മുകളിലാണ്. വെള്ളത്തിൽ ലയിക്കുമ്പോൾ വൈദ്യുതി കടത്തിവിടാൻ കഴിയും. നോക്കിക്കേ, ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ച് ജലവും ലവണവുമാണ് ഉണ്ടാകുന്നത്. അതിന് എക്സാമ്പിളാണ് കൊടുത്തേക്കുന്നത്. HCl-ഉം NaOH-ഉം ചേരുമ്പോൾ എന്തോ ഉണ്ടാകുന്നുണ്ട്? സോഡിയം ക്ലോറൈഡും അതുപോലെ തന്നെ ജലവും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ H2SO4-ഉം 2NaCl-ഉം ചേരുമ്പോൾ എന്തോ ഉണ്ടാകുന്നുണ്ട്? സോഡിയം സൾഫേറ്റും ജലവും ഉണ്ടാകുന്നുണ്ട്. അതായത് ആസിഡ് പ്ലസ് ബേസ് ചേരുമ്പോൾ എന്തോ ഉണ്ടാകുന്നുണ്ട്? സോൾട്ടും വാട്ടറും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഈ പ്രവർത്തനത്തെയാണ് പറയുന്നത്
നിർവീര്യീകരണം വന്ന്. ഓക്കെ, നമ്മൾ നിർവീര്യീകരണം കഴിഞ്ഞ ടെക്സ്റ്റ് പഠിച്ചില്ലേ? അവിടെ എന്താണ് ആസിഡും ബേസും ചേരുമ്പോൾ ആ ഒരു വസ്തുവിടെ ന്യൂട്രലായിട്ട് മാറുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.